മരണമായ ഉറക്കിൽ നിന്നും നമ്മെ വിളിച്ചുണർത്തിയ സർവശക്തന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഏവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അങ്ങനെ എൻ്റെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് കുറച്ച് സാവധാനത്തിൽ ജോലി എടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഇക്കാക്ക് പണിയില്ല, ഇന്ന് ചോറ് കൊണ്ടുപോകണ്ട. അപ്പോൾ ഇന്നത്തെ കടി ചപ്പാത്തിയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചപ്പാത്തിപ്പൊടി ചക്കിയാട്ടയാണ്, എലൈറ്റിൻ്റെ ചക്കിയാട്ട. നല്ല ചപ്പാത്തിപ്പൊടിയാണ് കേട്ടോ. ഞാൻ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയണ തന്നെയല്ലേ. ഞാൻ തിളച്ച വെള്ളത്തിലാണ് പൊടി വാട്ടാറ്. തിളച്ച വെള്ളത്തിൽ പൊടി വാട്ടി കുഴച്ച് പത്തിരിക്കല്ലിൽ പരത്തിയെടുക്കാറാണ് കേട്ടോ. പൊടി ഇട്ടുകൊണ്ട് ചപ്പാത്തിപ്പൊടി നല്ല പൊടിയാണ്, നല്ലപോലെ പൊങ്ങി വരികയും ചെയ്യും, നല്ല സോഫ്റ്റാണ്, ബലം വെക്കുന്നുണ്ട് ചപ്പാത്തി. ഇക്കാക്ക് കൂടെ ചപ്പാത്തി പൊള്ളച്ചാൽ പോരാ, നല്ലപോലെ ഇങ്ങനെ കുത്ത് വേണം, കറുത്ത പുള്ളിയും കുത്തൊക്കെ വേണം, എന്നാലേ ഇക്കാക്ക് ഇഷ്ടാവുള്ളൂ, മറ്റേത് വെന്തിട്ടില്ല എന്ന് പറയും. എനിക്ക് നിങ്ങളോട് ചെറിയൊരു ഉപദേശം, വലിയൊരു ഉപദേശമൊന്നുമല്ല. നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ശബ്ദം, ഇതൊക്കെ നമ്മൾ തന്നെ ആദ്യം ഇഷ്ടപ്പെടണം. നമ്മൾ നമ്മളെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കണം, എന്നിട്ടല്ലേ മറ്റുള്ളവർ സ്നേഹിക്കുന്നുണ്ടോ നോക്കേണ്ടത്. ചപ്പാത്തി പൊടിക്ക് വെള്ളം എടുക്കുമ്പോൾ 2 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എടുക്കാൻ ശ്രമിക്കുക. പലർക്കും വെള്ളം ഏറുന്നൊരു പ്രശ്നമുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ചപ്പാത്തി മുഴുവൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചപ്പാത്തിക്ക് ഇന്ന് കറി ഉണ്ടാക്കിയത് വെജിറ്റബിൾ കുറുമയാണ്. വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇന്നലെ ഇതായിരുന്നു കറി. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ നാളെ കാണാം. ബൈ ബൈ.